ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ചായ കുടിച്ച് കഴിയുന്നത് വരെയുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്. ബാക്കി ഞങ്ങൾ ചായ കുടിച്ച് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് ഈ ചോളത്തിൻ്റെയൊക്കെ പാടം കണ്ടു. കോണിൻ്റെ പാടം കണ്ടു. നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റിയെടുത്ത് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ. ഇറങ്ങിയപ്പോൾ സ്ഥലം പോലും പരിചയമില്ല, അങ്ങ് പോവാണ്. ഈ ചോളം കണ്ടിട്ട് അങ്ങ് അട്രാക്റ്റീവായിട്ട് പോവാണ്. പിറകെ ഞങ്ങൾ ഓടി. അങ്ങനെ വഴക്ക് പറഞ്ഞ് നിൽക്കുക, അവിടെ ആരെങ്കിലും ഉണ്ടാവും നിന്നെ പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ശരിക്കും വോയിസ് ഇട്ടു, പക്ഷെ ഭയങ്കര വണ്ടിയുടെയൊക്കെ ഭയങ്കര ബഹളം കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിനെ കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. കാറിലിരുന്നാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും 10 മണി വരെ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. നമ്മൾ റൂം എടുത്ത് സ്റ്റേ ചെയ്താണ് പോകുന്നത്. തിരുപ്പതി പോകുമ്പോൾ അല്ലല്ലോ. തിരുപ്പതി പോകുമ്പോൾ നമ്മൾ ഒരു നൈറ്റ് ഫുള്ള് ഡ്രൈവ് ചെയ്ത് മോർണിംഗ് ആകുമ്പോൾ നമ്മളവിടെ എത്താറുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന്ന് നമ്മളങ്ങനെ ഓടിയാൽ എത്തത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും നൈറ്റ് സ്റ്റേ ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പം നമ്മുടെ പ്ലാനിങ് സേലം സ്റ്റേ ചെയ്യാനാണ്. ഒരു 10 മണിയൊക്കെ ആകുമ്പം എത്തും സേലം എന്നാണ് പ്ലാനിങ്. അഥവാ എത്തിയിട്ടില്ല എങ്കിൽ 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യാമെന്ന് കരുതി. ഓൾറെഡി ഓൺലൈനൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ എത്താറാകുമ്പോൾ നിയറസ്റ്റ് നമ്മൾ പോകുന്ന ഹൈവേയിലുള്ള ഹോട്ടൽസ് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം എന്ന് കരുതി. അല്ലാതെ നമ്മളിങ്ങനെ ഹോട്ടൽസ് നോക്കുമ്പോൾ സിറ്റി, അതായത് ടൗൺ ഒക്കെ കാണിക്കും നിറയെ ഹോട്ടൽസ്. അപ്പോൾ ടൗൺ ടച്ച് ചെയ്യാണ്ട് നമ്മൾ പോകുന്ന ഹൈവേയിൽ തന്നെ ഏതൊക്കെ ഉണ്ട് എന്ന് നോക്കിയിട്ട് അങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ചോളം കൃഷി നോക്കി ഞാനത് ആദ്യമായിട്ട് കാണുകയാണ്. ഇപ്പം നട്ടത് പൊടിച്ച് വരുന്നതേ ഉള്ളൂ. പൂവെല്ലാം വന്ന് ഇങ്ങനെ തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ അവിടെ കുറച്ച് സമയം ഇറങ്ങി നിന്ന് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്ന കമൻസൊക്കെ നോക്കി കുറേ സമയം ഇരുന്നിട്ട് സമയം ഒന്ന് ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഇത് നമ്മുടെ മധുരയൊക്കെ കഴിഞ്ഞ് ദിണ്ടുക്കൽ അടുക്കാറായ സ്ഥലത്ത് നമ്മുടെ റാംകോയുടെ ഫാക്ടറി കണ്ടു. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തിരുപ്പതി പോയപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തു, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് റാംകോ സിമെൻറ്റിൻ്റെ ഫാക്ടറി കേട്ടോ. മധുരയും ദിണ്ടുക്കലിനും ഒക്കെ നടുക്കായിട്ട് വരും. വലിയൊരു ഫാക്ടറി, നല്ല നീളത്തിനുണ്ട് കേട്ടോ. ഒരു സൈഡ് മുതൽ ഒരു സൈഡ് വരെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അത് എടുത്തു. ലൈറ്റ് കുറവായിരുന്നു. ഞങ്ങൾ നൈറ്റ് ആയപ്പോഴാണ് ഈ സ്ഥലത്ത് എത്തിയത്. അപ്പോൾ ലൈറ്റ് ഉള്ളത് കൊണ്ട് ഒന്ന് എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ്. ഞാനും ഇവിടെയൊക്കെ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ ഇത് റാംകോയുടെ ഫാക്ടറിയാണ്. പോകുമ്പോൾ ഇതുപോലെ നിറയെ ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഏതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ഇവിടെ റാംകോയുടെ പേര് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ പറഞ്ഞു റാംകോ സിമെൻറ്റിൻ്റെ ഫാക്ടറിയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി വൈകുന്നേരമായ പിന്നെ ലോറി ചേട്ടന്മാരുടെ ബഹളം കേട്ടോ. അവരുടെ കളിയാണ്, അവരുടെ ലോകമാണ്. ഒരു 8 മണി കഴിഞ്ഞാൽ ട്രക്ക്, ലോറി ഭയങ്കര ഒരു ഇതാണ്. അവർ മത്സരം, നമ്മൾ കാറിൽ മത്സരിക്കും പോലെയാണ് അവർ ലോറികളുടെ തമ്മിൽ മത്സരവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നൈറ്റ്. പിന്നെ ഡ്രൈവ് ചെയ്യുന്നവരുണ്ട്, പിന്നെ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ എത്തിയാൽ മതി. അതുകൊണ്ട് സ്റ്റേ ചെയ്യാമെന്ന് കരുതി. കുറേ സമയം കഴിഞ്ഞപ്പോൾ വിശപ്പൊക്കെ അടിച്ചു തുടങ്ങി. ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ നമ്മൾ വേറെ സ്നാക്സോ കാര്യങ്ങളോ ഒന്നും കഴിച്ചില്ല. അപ്പം അതുകൊണ്ട് വിശപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിശന്നിട്ട് റോഡ് സൈഡിലൊരു റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ നോക്കിയോ ഒന്നും കാണത്തില്ല കേട്ടോ. അല്ലെങ്കിൽ നിറയെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വിശപ്പടിച്ചു തുടങ്ങി. റെസ്റ്റോറൻറ്റ്സൊക്കെ നോക്കുമ്പോൾ ഒന്നും നല്ലത് കാണുന്നില്ല. അങ്ങനെ പോയി 9 മണി വരെയൊക്കെ നമ്മൾ എത്തി. പക്ഷേ എങ്ങും ഒന്നും കണ്ടില്ല. ഇതിപ്പോൾ 8 മണി സമയമെല്ലാം തോന്നുന്നു. 8 മണി തന്നെ. എന്നിട്ട് ട്രക്ക് ചേട്ടന്മാരൊക്കെ അങ്ങനെ പോവാണ്. ലോറി ചേട്ടന്മാർ പല സ്ഥലങ്ങളിലായിട്ട് പല വണ്ടികളിലായിട്ട് പോകുന്നവരാണ്. ചിലപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നവരായിരിക്കും, പല ലോറികളിലായിട്ട് പോകുന്നതാണ്. കണ്ടോ, എത്ര എണ്ണം ഇങ്ങനെ വരിയായിട്ട് നിറങ്ങി പോകുന്നത്. നമ്മൾ പിന്നെ വേറൊരു സ്ഥലത്ത് നിർത്തിയില്ല കേട്ടോ. ആ ചോളത്തിൻ്റെ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോ എല്ലാം എടുത്ത ശേഷം പിന്നെ വേറൊരിടത്ത് നിർത്തിയില്ല, നേരെ പോവാണ്. ഇനി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ എത്താം. അപ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് 10 മണിക്ക് എന്തായാലും നമ്മൾ അവിടെ എത്തും. ഗൂഗിൾ മാപ്പിലും 10:15 കാണിക്കുന്നുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോൾ ഒരു 10:15 കറക്റ്റ് മാപ്പിൽ കാണിക്കുന്ന സമയം എത്തും. എപ്പോഴും മാപ്പിൽ എത്ര സമയമാണോ കാണിക്കുന്നത് അതിന് മിക്കവാറും 1 മണിക്കൂർ മുന്നെയോ എന്തായാലും ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ എത്താറുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പതിയെന്ന് ഇറങ്ങിയൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് ഒരു അരമണിക്കൂറിൻ്റെ ലേറ്റ് ആവുന്നേ ഉള്ളൂ. മാക്സിമം നമ്മൾ നേരത്തെ എത്താൻ ശ്രമിക്കും. പിന്നെ റോഡിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല, നല്ല റോഡാണ്, നമുക്ക് സ്മൂത്തായിട്ട് പോവാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നലെ ഒരു ദിവസത്തെ ചിലവെന്ന് നമുക്കത് പറയുന്നത് 6905 ഇന്നലത്തെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. കാറിലൊക്കെ ഇതുപോലെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചിലർക്ക് അതായിരിക്കും കംഫർട്ടബിൾ, ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേർക്കും കൂടി ഇന്നലെ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം മുതൽ ചിലവായത് 6905. ഒരു 7000 റൗണ്ട് ചെയ്യാം, നമുക്ക് 7000 റൗണ്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഒരു ഹോട്ടൽ ഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിലാണ് കയറി. ഒരുപാട് നോക്കിയിട്ട് സൈഡിലൊന്നും കാണാണ്ട് നമുക്ക് അപ്പുറം ക്രോസ് ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉള്ളത് നോക്കി പോയി അവസാനം ഒരു ഹോട്ടലിൽ കയറി. കുഞ്ഞു ഹോട്ടലായിരുന്നു, കൊള്ളാവോ ഇല്ലയെന്ന് അറിയത്തില്ല. വെജായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. വെജായതുകൊണ്ട് നമുക്ക് വയറിന് സുഖമായിട്ട് വാങ്ങിച്ച് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവിടെ തന്നെ കയറി. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ, കുഞ്ഞു ഹോട്ടലായിരുന്നു, നല്ല തിരക്ക്. എല്ലാവരുടെ പ്ലേറ്റിലും ഫ്രൈഡ് റൈസ് ഇരിക്കുന്നു. ഒരു 9 മണിയാവും, ഞങ്ങൾ 8 മണിക്ക് നോക്കാൻ തുടങ്ങി 9 മണിയായ കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് കയറിയപ്പോൾ. എല്ലാവരുടെ പ്ലേറ്റിലും ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡ് റൈസ് ഇരിക്കുന്നു. അപ്പോൾ വേദയ്ക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല, അവർക്ക് ഫ്രൈഡ് റൈസ് കഴിച്ച് വോമിറ്റ് ചെയ്തതിന് ശേഷം അവൾ കഴിക്കത്തില്ല. അപ്പോൾ നൂഡിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ദോശ ഇഡ്ഡലി ഇത്രയുണ്ട്. അപ്പോൾ ദോശ ഇഡ്ഡലിയോടൊന്നും വേദയ്ക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു നൂഡിൽസ്, ഞങ്ങൾ മീൻസ് വേദയ്ക്കും എനിക്കും കൂടെ ഒരു നൂഡിൽസേ പറഞ്ഞിട്ടുള്ളൂ. ഏട്ടൻ ഒരു ദോശയും പറഞ്ഞു, ഗീ റോസ്റ്റ് പറഞ്ഞു. നല്ല ഫുഡായിരുന്നു കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റും നല്ല കുരുമുളകിൻ്റെ ഫ്ലേവറും വേറെന്തോ ഒരു ചാറ്റ് മസാലയുടെ ഒക്കെ ഫ്ലേവറും എന്തൊക്കെ ആയിട്ട് നല്ല ഒരുപാട് ചാറ്റ് മസാലയുടെ ഫ്ലേവർ അങ്ങനെയൊന്നുമില്ല, ഒരു ലൈറ്റായിട്ട് കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. വിശന്നിരുന്നിട്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റായിരുന്നു. ഏട്ടൻ പിന്നെ ഒരു ഇഡ്ഡലി ഇവിടെ വാങ്ങി കഴിച്ചു. നല്ല ഏട്ടനും ദോശയും സാമ്പാറും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞേ. അപ്പോൾ നൂഡിൽസ് ഞാനും വേദ ഒന്നേ വാങ്ങിയുള്ളൂ. 2 എണ്ണം വാങ്ങിയാൽ ഒരുപാട് വേദയ്ക്കും കഴിക്കാൻ പറ്റില്ല, എനിക്കും കഴിക്കാൻ പറ്റില്ല, വേസ്റ്റ് ആയിപ്പോവും. പിന്നെ വാങ്ങിച്ച് വെച്ചതിനെ തീർക്കാൻ വേണ്ടിയിട്ട് കഴിക്കും. അങ്ങനെയാണ് വണ്ണം വയ്ക്കുന്നത്. അതുകൊണ്ട് കരുതി ഒരെണ്ണം വാങ്ങി അവൾക്കും എനിക്കും കൂടെ 50-50 അതിലുള്ള വിശപ്പ് മതി, അതിലുള്ള അത് മതി എന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങി. ഒരു ജ്യൂസോട് ചോദിച്ചപ്പോൾ ഫ്രഷ് ജ്യൂസ് ഇല്ല, അല്ലാത്ത മറ്റേ ബോട്ടിൽ ജ്യൂസൊക്കെ ഉള്ളൂ, സ്പ്രൈറ്റ് അങ്ങനെ ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് അത് വേണ്ട, താല്പര്യമില്ല, അതുകൊണ്ട് വാങ്ങിയില്ല. അങ്ങനെ ഫുഡ് നല്ല രീതിയിൽ കഴിച്ചു. 185 രൂപ അവിടെ ആയുള്ളൂ കേട്ടോ. ഇഡ്ഡലിയും ഒരു ഒറ്റ പീസ് ഇഡ്ഡലിയും ഒരു സെറ്റ് ദോശയും ഒരു സെറ്റ് നൂഡിൽസും അത്ര ആയുള്ളൂ. പിന്നെ വേദൊരു പോളം എന്തോ വാങ്ങി, അത്രയും തന്നെ വാങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വേദയ്ക്ക് ഇഷ്ടമായി. വയറും നിറഞ്ഞു. ഭയങ്കര ക്വാണ്ടിറ്റി ഇല്ല, നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നൂഡിൽസിൻ്റെ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു. അതിൽ പനീറിൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു, ക്യാപ്സിക്കവും പനീറിൻ്റെ പീസും ഒക്കെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു, നല്ല നൂഡിൽസ് ആയിരുന്നു. വെജിറ്റേറിയൻ ആണ് വാങ്ങിയത്. പോവുക ചിലപ്പോൾ കഴിക്കും. എപ്പോഴും ഈ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് ഒരു പ്രശ്നമാണ്. ഒരുപാട് കൊതിയൊക്കെ തോന്നി ഒരുപാട് ഇഷ്ടത്തോടെയൊക്കെ പല ആഹാര സാധനങ്ങൾ നമുക്ക് അവിടെ കിട്ടാത്തത് നമ്മൾ വാങ്ങാറുണ്ട്. പക്ഷേ ചിലപ്പോൾ പണി കിട്ടാറുണ്ട്. അതുകൊണ്ടൊരു പേടിയാണ്. കഴിഞ്ഞ പ്രാവശ്യമാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ട് വേറെ ഫുഡ് പോയിസൺ അടിക്കാണ്ട് വരുന്നത്. തിരുപ്പതി പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം, കാരണം ഫുൾ വെജായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഒരു നോൺ വെജ് ഒട്ടും വാങ്ങിയില്ല. തിരിച്ച് നമ്മളിവിടെ വന്നിട്ട് എന്തുകൊണ്ട് നോൺ വെജ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഒരു പ്രശ്നവും വയറിനുണ്ടായില്ല. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഫുഡ് പോയിസൺ അടിച്ച് കിടക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നും ഇപ്പോൾ രാത്രിയായി, നോൺ വെജൊക്കെ കഴിച്ചാലും നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. ഇനി അടുത്ത് 10 മണിയാകുമ്പോൾ നമ്മളവിടെ എങ്ങനെ നിർത്തും ഉറക്കും. അതുകൊണ്ട് പിന്നെ എന്തായാലും വെജ് കഴിക്കാൻ വേറെ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അടുത്ത റൂം നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ പോലെ തന്നെ 10 മണിക്ക് സേലം എത്തും. പോകുന്ന വഴിക്ക് ഒരുപാട് ഹോട്ടൽസ് കണ്ടു. അങ്ങനെ റൂമൊക്കെ നോക്കുകയാണ്. എല്ലാം ഭയങ്കര റേറ്റ്. സീസൺ ആയതുകൊണ്ടാവും 5000-ഉം 6000-ഉം GST ഒക്കെ ആഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹൈദരാബാദ് പോയിട്ട് വന്നപ്പോൾ സേലത്ത് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല റൂമായിരുന്നു, നല്ല വലിയ ഹോട്ടലിൽ നല്ല റൂമായിരുന്നു. അപ്പോൾ അവിടെ തന്നെ പ്രാവശ്യം എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരു പ്ലാനിങ്ങിൽ പോവുകയാണ്. മാപ്പിൽ നോക്കിയപ്പോഴും ആ റൂട്ട് വഴി തന്നെയാണ് പോകുന്നത്. ആ ഹോട്ടൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ അതിൽ നല്ല റേറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇറങ്ങി ചോദിച്ചപ്പോൾ അവിടെയും റൂമെല്ലാം ഫുള്ളാണ്, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഓൺലൈൻ റേറ്റ് കാണിച്ചത്. ഇതുപോലെ സ്യൂട്ട് റൂം ഉണ്ട്, വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്യൂട്ട് റൂം ഇത്രയും ഒരു നൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വേറെ നമ്മൾ അടുത്ത ശരവണ ഭവൻ നോക്കിപ്പോയി. അവിടെ ഹോട്ടൽസ് റൂംസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഫുള്ള് എല്ലാ സ്ഥലങ്ങളിലും ഫുള്ള് കേട്ടോ. ഓൺലൈൻ നോക്കിയപ്പോഴും ഒന്നും കാണുന്നില്ല, എല്ലാം നല്ല റേറ്റ് കൂടുതൽ. അവസാനം ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ അഗോഡയിലാണ് ഞാൻ നോക്കിയപ്പോൾ കാർത്തിക് റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ കണ്ടു. അത്ര വലിയ ഹോട്ടലൊന്നും അല്ല, എങ്കിലും നമുക്കൊരു നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് കുഴപ്പമില്ല എന്ന് കരുതി അങ്ങോട്ടേക്ക് പോയപ്പോൾ ഓൺലൈനിൽ അത് 2500 കാണിച്ചു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ 2000 ആയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ആ റൂം തന്നെ എടുത്തു. ഭയങ്കര സെറ്റപ്പൊന്നും ഇല്ല, പക്ഷെ ഒരു രാത്രി നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹോട്ടൽ. അങ്ങനെ അവിടെ ചെന്ന് റൂം എടുത്തു. ഒരു 10:30 ആയപ്പോൾ നമ്മളവിടെ എത്തി കേട്ടോ. 10:30 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി, റൂമിലെത്തി. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് ഫ്രഷ് ആവാൻ ഡ്രസ്സ് പോലും മാറിയില്ല. ഒന്ന് മുഖമെല്ലാം കഴുകിയ ശേഷം ഞങ്ങൾ നേരെ കിടന്നു. പിന്നെ വീഡിയോ എടുക്കാനോ ഒന്നിനും വയ്യ. ഞാൻ രാവിലെ എണീറ്റായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണം, യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു.
നമ്മൾ നൈറ്റ് ട്രാവൽ ചെയ്യുന്നതിനെക്കാട്ടി നൈറ്റ് റെസ്റ്റ് എടുത്തപ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സുഖമായിട്ട് കിടന്നു. ഞങ്ങൾ ജുവലറി എല്ലാം ഊരി വെച്ചിട്ടാണ് വന്നത് കേട്ടോ. ലോക്കറിൽ വെച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും വന്നത്. ഏട്ടൻ്റെ മാല വരെ അത് ഊരാതെ ഇട്ടിരിക്കുന്ന സാധനമാണ് അതും എല്ലാം. കാരണം നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ കുറച്ചൊന്ന് സേഫായിട്ട് പോയില്ല എങ്കിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്ന പോലും നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് എല്ലാ സാധനവും അഴിച്ച് വെച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം പുറകെ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.